അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കാം. 12ാമത്തെ വരുമ്പം അത് ഇതുപോലെ തന്നെയല്ലേ, നമ്പേഴ്സ് മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ. ഈ 36നെ നമ്മൾ ഇവിടേക്കിടും, ഇവിടേക്കിടും. സോ ഓരോ പേഴ്സും എടുത്താൽ അത് എലിപ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ 3 എലിപ്സ് വരും. 3 എലിപ്സ് വരുന്ന ചിത്രങ്ങൾ സിയും ഡിയും ആണ്. അതിൽ ഇതിലാവുന്നതിനേക്കാളും വണ്ണം കൂടുതൽ ഇതിനാണ് ആവുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഡി ആയിരിക്കും. അടുത്തത് z ഈക്വൽ ടു -4x² - y². അല്ലെങ്കിൽ ഇത് നോക്കാം. y² + z² = x². y² + z² = x². എല്ലാത്തിലും സ്ക്വയർ, വേറെ നമ്പറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? വേണമെങ്കിൽ നമുക്ക് നോക്കാം. x = 0 ആകുമ്പം y² + z² = 0. അതിൻ്റെ മീനിങ് 0 0 0 എന്നുള്ള പോയിന്റ് മാത്രം. y = 0 ആവുന്ന സമയത്ത് z² = x². ദാറ്റ് ഈസ് z = ± x. പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വരും. പിന്നെ z = 0 എന്ന് പറയുന്ന സമയത്തും y² = x², പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ, അതായത് ഇതിൽ സ്ക്വയർ, ഇതിൽ ഒന്ന് മറ്റേ സൈഡിലാവുക, അങ്ങനെ ആവുന്ന സമയത്ത് എപ്പോഴും പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വരിക എന്ന് പറഞ്ഞാൽ ആ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് ഇവിടെ ഈ എൻഡിൽ എന്തുണ്ടാകും? എന്തോ ഒരു ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ ആ ഷേപ്പ് എന്താണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എവിടേക്കാണ് വരുന്നത്? XY XZ. XY XZൽ, അതായത് ഇത് X, ഇത് Y, ഇത് Z ആണെങ്കിൽ Z = ± X എന്ന് പറഞ്ഞാൽ y = ± നിങ്ങൾ സാധാരണ y = +x എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക. y = -x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് x ആക്സിസിൻ്റെയും y ആക്സിസിൻ്റെയും നടുക്കൂടെ ഇങ്ങനെ പോകും. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ അല്ല, y = x കിട്ടാൻ വേണ്ടിയിട്ട് എക്സിൻ്റെയും വൈൻ്റെയും ഭാഗം എടുത്ത് ചെയ്യുന്നു, എന്നിട്ട് നീട്ടി വരയ്ക്കുന്നു. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ y = -x കിട്ടണം എന്നുണ്ടെങ്കിൽ -x ഡയറക്ഷനിലും എക്സിൻ്റെയും ഈ എന്താ പറയുക, അതിൻ്റെ ആ കോർണറിൽ കൂടി അങ്ങ് പോകുന്നു. അപ്പം z = ± x കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് z ആക്സിസ്, ഇത് x ആക്സിസ്. അപ്പം z = +x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിനെയും നടുവ് കൂടെ ഇങ്ങനെ പോകും. പിന്നെ അതങ്ങ് നീട്ടി വരയ്ക്കുന്നുണ്ടാകും. പിന്നെ z = -x എന്ന് പറയുമ്പോൾ -x അപ്പുറത്തേക്കാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ അതിങ്ങനെ വരും. ഇത് ഇങ്ങനെ നീട്ടി വരയ്ക്കും, ഇത് ഇങ്ങനെ നീട്ടി വരയ്ക്കും. ഇനി y = ± x. y = ± x എന്ന് പറഞ്ഞാൽ ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വരും. പിന്നെ y = -x എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയും വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടും നിങ്ങൾക്ക്. ഈ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മറ്റേ ഈ എൻ ഭാഗവും എടുക്കണം. ഈ എൻ ഭാഗവും എടുക്കുന്ന സമയത്ത് അവിടെ വരുന്നത് നമ്മൾ y² + z² = x² അല്ലേ? y² + z² = x². ഇതിൽ x²ന് ഞാൻ x = 2 എന്ന് പറയുന്ന പ്ലെയിൻ എടുത്താൽ എന്താവും? y² + z² = 4. അത് എന്താണ്? സർക്കിളാണ്. അപ്പോൾ നമുക്ക് YZ പ്ലെയിനിൽ എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. അത് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? x = 2 എന്നുള്ള പ്ലെയിനിൽ. അപ്പോൾ x = 2 എന്നുള്ള പ്ലെയിനിൽ
എക്സ് ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിനിലും എക്സ് ഈക്വൽ ടു -2 എന്നുള്ള പ്ലെയിനിലും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിനിൽ നമുക്ക് ഇവിടെ ഒരു എന്ത് കിട്ടും, ഒരു സർക്കിൾ കിട്ടും, ഇവിടെ ഒരു സർക്കിൾ കിട്ടും. അപ്പം ആ ചിത്രം എവിടെയാണ് വരുന്നത് നോക്കാം. ഇതൊന്നുമല്ല, ഈ ചിത്രത്തിലും പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, സർക്കിളോ എലിപ്സോ ഇതൊന്ന് വരുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിലാണെങ്കിലും ഇവിടെ വരുന്നത്, ഇവിടെ ഒരു ഹൈപ്പർബോള വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു എലിപ്സും. പക്ഷെ ഇവിടത്തെ ചിത്രത്തിൽ എലിപ്സ് കിട്ടാൻ സാധ്യതയുണ്ടോ അത് നോക്കണം. ഹൈപ്പർബോള കിട്ടാൻ സാധ്യതയുണ്ടോ നോക്കണം. അപ്പോൾ y² + z² = x² എന്നാണ്. ഇതിൽ നിന്ന് y² = x² - z² എന്ന് കിട്ടും. y = 2 എന്നുള്ള പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ x² - z² = 4 എന്ന് കിട്ടും. സോ അവിടെ ഒരു ഹൈപ്പർബോളയും വരുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ ഹൈപ്പർബോളാസ് ഇല്ല, എന്നാൽ ഈ ചിത്രത്തിൽ ഹൈപ്പർബോളാസും ഉണ്ട്, എലിപ്സും ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ആവാനാണ് സാധ്യത. നമുക്ക് വേറെ ഒന്നും കൂടി നോക്കാം. ഇവിടെ x = -y² - z² ഉണ്ട്. അതെന്താ നോക്കാം. അപ്പം നമുക്ക് ഓൾറെഡി ഒന്നാമത്തത് എലിപ്സോയിഡാണ്. എലിപ്സോയിഡ് എന്ന് പറയുന്നത് D ആണ്. അപ്പം ഇത് കഴിഞ്ഞു, ഇത് കിട്ടി, പിന്നെ ഇതും കിട്ടി. ഇനി 2 ഉം 4 2 6. നമുക്കിവിടെ ഒരു ചിത്രമുണ്ട്. ഇതിൽ പരാബോളയും എലിപ്സും വരുന്നുണ്ട്. അതേതാന്ന് നോക്കാം. z² പ്ലസ് x = -y² - z². ഇവിടെ നമ്മൾ y² + z² + x = 0 എന്ന് കൊടുക്കാം. yക്ക് 0 കൊടുത്താൽ z² = -x. ഇത് പരാബോളയാണ്. എക്സിന് 0 കൊടുത്താൽ y² + z² = 0. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് 0 0 0. അപ്പം പരാബോള കിട്ടി, 0 0 0 എന്നുള്ള പോയിന്റ് കിട്ടി. വൈക്ക് 0 കൊടുത്താൽ z² = -x, അതും പരാബോള. അപ്പം 2 പരാബോളയും ഒരു പോയിന്റും കിട്ടി. ഇനി ഇതിൽ എക്സിന് ഒരു -4 കൊടുത്തു എന്ന് വിചാരിക്കുക. x = -4 എന്നുള്ള പ്ലെയിനിൽ y² + z² = +4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളും കിട്ടി. അതെവിടെ? x = -4 എന്നുള്ള ചിത്രത്തിലാണ്. അപ്പം ഇവിടെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇതാണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ x = -4 ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ പരാബോളയുണ്ട്, പിന്നെ ഈ സെൻറ്റർ പോയിന്റ് 0 0 ഉണ്ട്. അപ്പം ഇതിൻ്റെ ആറാമത്തേൻ്റെ ആൻസർ E ആണ്. പിന്നെ എട്ടാമത്തത് z² + x² - y² = 1. ഇതിൽ x 0 കൊടുത്താൽ z² - y² = 1 ഹൈപ്പർബോളയാണ്. y 0 കൊടുത്താൽ z² + x² = 1 എലിപ്സ് ആണ്. z 0 കൊടുത്താൽ x² - y² = 1 ആണ്.
അപ്പം 2 ഹൈപ്പർബോളയും ഒരു സർക്കിളും, 2 ഹൈപ്പർബോളയും ഒരു സർക്കിളും. ഇവിടെ ഇതാ ഒരു ഹൈപ്പർബോള ഇങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ സർക്കിൾ വരുന്നുണ്ട് ഇവിടെ. അത് ഓരോരോ പ്ലെയിനിൽ മാറ്റി മാറ്റി കൊടുത്താൽ മതി. നമ്മൾ വൈ സ്ക്വയറിന് വൈ ഈക്വൽ ടു ഈ വൈ ഈക്വൽ ടു ഓരോ പ്ലെയിൻ വൈ ഈക്വൽ ടു 4 കൊടുത്താൽ എന്താവും? വൈ ഈക്വൽ ടു 4 കൊടുത്താൽ ഈ ഈക്വേഷൻ എന്താവും? സെഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ ഇതൊരു സർക്കിളാണ്. സോ നമുക്ക് ഈ സർക്കിൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ജെ കിട്ടി. ജെ ആണ് ഏത് 8ാമത്തെ ആൻസർ. ഇനി z ഈക്വൽ ടു -4x². z ഈക്വൽ ടു -4x² -y². ഇത് ചെയ്യുകയാണെങ്കിൽ z-ന് 0 കൊടുത്താൽ -4x² -y² ഈക്വൽ ടു 0. അപ്പോൾ 0 0 0 എന്നുള്ള പോയിന്റ് കിട്ടും. x-ന് 0 കൊടുത്താൽ z ഈക്വൽ ടു -y², പരാബോള കിട്ടും. y-ക്ക് 0 കൊടുത്താൽ z ഈക്വൽ ടു -4x², അത് ഒരു പരാബോളയാണ്. പിന്നെ z ഈക്വൽ ടു -3 എന്നുള്ള പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 4x² + y² ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ഇവിടെ 1 ആവും. ഇത് എലിപ്സാണ്. അപ്പം z ഈക്വൽ ടു -3ൽ എലിപ്സാണ് എടുക്കുക. അപ്പം 2 പരാബോള 0 0 0 കൂടി കടന്നു പോകുന്നു. ഈ പ്ലെയിനിൽ ഒരു എലിപ്സും കിട്ടും. ഇപ്പം 2 പരാബോള 0 0 0 എന്നുള്ള പോയിന്റ് ഇതാ, ഈ പോയിന്റ് ഉണ്ട്. ഒരു പരാബോള ഇങ്ങനെ, ഒരു പരാബോള ഇങ്ങനെ. z ഈക്വൽ ടു -3ൽ. അപ്പോൾ ഇത് മുകളിലേക്ക് പ്ലസ് ആണ്, താഴേക്ക് മൈനസ് ആണ്. അപ്പോൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എലിപ്സ്. അപ്പം എഫ് ആണ് ഇതിൻ്റെ ആൻസർ. 10ാമത്തെ ആൻസർ എഫ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാം പൂർത്തിയാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചെയ്യണേ.